ഹലോ ഗൈസ്, കഴിഞ്ഞ Q&A വീഡിയോ ഇട്ടിട്ട് വീഡിയോൻ്റെ താഴെ മൊത്തം Q&A വീഡിയോ പാർട്ട് ടു പാർട്ട് ടു പാർട്ട് ടു ഏത് പോസ്റ്റ് ഇടുന്ന ടൈമിലും Q&A പാർട്ട് ടു എന്തായി, ഇപ്പം വേറെ എന്തെങ്കിലും റിവ്യൂ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ Q&A വീഡിയോ പാർട്ട് ടു മറന്നുപോയോ? ഇല്ല, മറന്നുപോയിട്ടില്ല. ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ Q&A വീഡിയോയിൽ പ്രിവ്യൂവിൻ്റെ ആയിട്ട് ലാസ്റ്റ് ഞാൻ കൊടുത്തത് വേറെ വീഡിയോസാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ആ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. ആൻഡ് ഇന്ന് April 1 ഇന്ന് ഞാൻ 2 വീഡിയോസ് അടുപ്പിച്ച് ഞാൻ ഷൂട്ട് ചെയ്ത്. ആൻഡ് ഐ എം ഫീലിംഗ് സോ പ്രൗഡ്. കാരണം ഒരു വീഡിയോ ഇട്ട് ഒരാഴ്ച ഒരു മാസങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ആളേനു ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു മാർച്ചിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 month ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതിനും ഒരു മിനിറ്റ് ഇത്ര നേരം ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതിനും വീഡിയോസിൻ്റെ ക്വസ്റ്റ്യൻസും ലൈക്ക് ഏത് ആദ്യം പറയണം, ഏത് ഇങ്ങനെ പറയണം, അങ്ങനെ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻസ് ഞാൻ ആ Q&A വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ക്വസ്റ്റ്യൻസ് വന്നു. കുറേ എന്ന് പറഞ്ഞാൽ കുറേ എല്ലാം റിപ്പീറ്റഡ് സെയിം ക്വസ്റ്റ്യനാണ് വന്നത്. പിന്നെ കുറേ എല്ലാം നല്ല കുറേ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു. അതിൽ ഫസ്റ്റത്തെ ഞാൻ പറയുന്നത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുസൃതികം എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ആൻഡ് അതെന്ത് ചോദ്യം, അതേ ഉള്ളൂ. ലൈക്ക് ലിറ്ററലി ചെറുതിൽ ഈ വീട്ടിലുള്ള എല്ലാ പിള്ളേരെ കാട്ടി കുരുത്തം കെട്ടൊന്നേന് ഞാൻ. എല്ലാം ചെറുതിൽ കളിച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാ കളിയും ഞാൻ ചെറുത് കളിച്ചിട്ടുണ്ട്. അത്ര കുരുത്തക്കേടിന് എനിക്ക്. ലൈക്ക് കുറേ എന്താ പറയുക, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ പേടില്ല. സോ രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ചൈൽഡ്ഹുഡ്. ഞാൻ ഒന്നാമത്തെ പറഞ്ഞുതരാം. അന്നത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ ഞാൻ, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി, എൻ്റെ ആൻറ്റീൻ്റെ 2 മക്കളും, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, വല്യുപ്പയും ഉമ്മാമയും. അപ്പോൾ ഇത്രയും ആൾക്കാരാണെന്നുള്ളത്. എൻ്റെ ഉപ്പയും ഉമ്മയും പുറത്ത് പോയി. അവരെന്തോ ബാങ്കിലെന്തോ പോയി. അന്ന് എനിക്ക് എത്ര വയസ്സാ, 9 വയസ്സോ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലോ, 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ 5 minute ക്രാഫ്റ്റ്സ് അങ്ങനത്തെ ഫോറിൻ ചാനൽസിനോട് ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. ലൈക്ക് സോംബി സീരീസ് അതിലുണ്ടാവില്ലേ. അപ്പോൾ ഈ 5 minute ക്രാഫ്റ്റ്സിൽ ഒരു പരിപാടിയിൽ ഇങ്ങനെ കണ്ടിട്ട് ഒരു ദിവസം ബോറടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഷെൽഫിൽ ഒരു റേസർ കണ്ടു, നമ്മളെ ഫേഷ്യൽ റേസർ. അപ്പോൾ ഞാൻ എന്താക്കിയൊരു ഇതെടുത്തിട്ട് വെറുതെ മുഖത്തിട്ട് ഇങ്ങനെ 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 വരച്ച് അത് കളിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഓക്കെ അതവിടെ വെച്ച്. പിന്നെ എന്തെല്ലോ പേപ്പർ കൊണ്ടുള്ള പരിപാടി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മൂക്കാലിങ്ങനെ തൊട്ട് നോക്കുന്നേ. അന്നേരം വീടിങ്ങനെ എന്തോ കുത്തുന്നു. ലൈക്ക് നമ്മൾ ഈ ഒരു കുത്തുന്ന പോലെ. ഞാൻ ലൈറ്റ് ഇട്ടൊരു കണ്ണാടിയിൽ നോക്കി ഞാനിങ്ങനെ പെരുകാൻ തൊട്ട് നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല ബ്രോ. ലൈക്ക് എൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഏറ്റവും കൊടുക്കാം. ലൈക്ക് ലിറ്ററലി ഇവിടുന്ന് ഇങ്ങനെയെല്ലാം പെരുകം ഫുൾ കട്ടായി. ഞാൻ പേടിച്ച് ചെയ്തെന്നറിയാം. ഞാൻ അതേപോലെ ഇങ്ങനെ പോയിട്ട് ഒരു കടത്തം കട്ടുമ്പിൽ. ഞാൻ പിന്നെ എണീക്കുന്നത് ഉപ്പയമ്മയും വന്നേരാ. സംഭവം എൻ്റെ ആൻറ്റി റൂമിൽ വന്നിട്ട് ഇവളെന്തോളം ഇപ്പം കിടക്കുന്ന വെച്ചാൽ ഒന്ന് തിരിച്ചിട്ടന്നെ. ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മ പോരക്ക് വന്ന് ഉറങ്ങുന്നിടത്തുനിന്ന് കൊണ്ട് മോൻ ഐബ്രോ പെൻസിലോട് വരച്ചിട്ടാണ് ഞാൻ പോയത്. പിറ്റേ ദിവസം മുതൽ ഒരാഴ്ചത്തേക്ക്. രണ്ടാമത്തത് അന്ന് വീട്ടിൽ ആരുമില്ലേ, ഞാനും ഉമ്മാമയും വല്യുപ്പയും. അപ്പം ഞാൻ കുളിക്കാൻ പോയി. ഇതും നടക്കുന്നത് 2ലോ 3ലോ പഠിക്കുമ്പോഴാണ്. ഈ പോണിട്ടീലാണ് ഞാൻ കെട്ടാം. അപ്പോൾ റബ്ബർ ബാൻഡ് കൊണ്ടാണ് ഞാൻ കെട്ടിയത്. സംഭവം എൻ്റെ കേളി ഹെയറാ, നല്ല കേളി ഹെയറാ. റബ്ബർ ബാൻഡ് ഊരാൻ കഴിയുന്നില്ല, കുടുങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ എന്താക്കിയാലോ, കത്രിക എടുത്തു, ഇവിടെ വെച്ചു, മുറിച്ച് അത് ഞാൻ എന്നിട്ട് ചെയ്ത് കേൾക്കണം. ലിറ്ററലി ആ പോണിട്ടിൽ ഞാൻ കട്ട് ചെയ്തോളൂ. എന്നിട്ട് ഉമ്മ വന്നേ. അപ്പം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നെക്കാബ് ഇടൂലേ, അല്ല നെക്കാബല്ല, ഞാൻ അന്നേരം മക്കന ഇടൂലേ. ഞാൻ മക്കനിട്ട് അപ്പം മുടി കാണില്ലല്ലോ. അപ്പം ഉമ്മ വന്നേരം, ഓ ഇതെന്തോ നെക്കാബെല്ലാം ഇട്ടിട്ട് എന്തോ ഉണ്ടല്ലോ.
ഉമ്മാക്ക് ചെറിയ ഡൗട്ട് അടിച്ച്, പക്ഷെ വലിയ സീനൊന്നുമില്ല. എന്നിട്ട് അന്ന് ഉറങ്ങാൻ മമ്മാറിന് നെക്കാ പൂരിയിട്ട് അല്ല മക്കനെ ഊരിയിട്ട് കടുക്ക്. അപ്പം ഞാൻ എന്തൊക്കെ പോയപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഊരിയിട്ട് ഞാൻ അപ്പുറത്ത് ചാടി. എന്നിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ കിടന്നുറങ്ങി. ഉറങ്ങുമ്പോൾ തിരിയൊന്നുമില്ലല്ലോ. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എണീച്ച് ഉമ്മ മുടി കെട്ടിത്തരാൻ വേണ്ടിയിട്ട് മുടി നോക്കുന്ന സമയത്ത് മുടി കാണും. ഞാൻ പറഞ്ഞെന്താ, ഞാൻ മറ്റേ ഓക്കെ കൊണ്ട് അല്ലെങ്കിൽ എന്താക്കി മുടിയെടുത്തു. ഞാൻ പറഞ്ഞു മുടിയോ, അതുമ്മ എലി കരണ്ടതായിരിക്കും. ഉമ്മ മറ്റേ എലി കരണ്ടതാ കൊണ്ട് രണ്ടെണ്ണം. എന്നിട്ട് എന്തായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഉമ്മ എനിക്ക് ചിരി വന്നിട്ട് അന്ന് സ്കൂളിൽ പോയാലും ടീച്ചർ ചോദിച്ച്, ആമി ഹെയർ കട്ട് നല്ല രസമുണ്ടല്ലോ, ആരാ ചെയ്തെന്ന്. സംഭവം ഈ ഇങ്ങനെ ഡബ്ല്യു പോലെ ഏറ്റ മുടിയുള്ളത് കുറേ ഉണ്ട്. ചെറുതിലാണ് പീരീഡ്സ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ലിറ്ററലി ജാൻവരി ഈ 2026 ജാൻവരിയിലാണ് എനിക്ക് പീരീഡ്സ് ആയത്. ഒരു ജാൻവരി 7th തോന്നുന്നു. അത് ഞാനിങ്ങനെ കിച്ചണിൽ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോ എല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ട് അവിടെ വെക്കുമ്പോൾ എനിക്ക് നല്ല തലകറങ്ങൽ എന്നെല്ലാം പറഞ്ഞാൽ നല്ല തലകറക്കം. ഞാൻ വാഷ്റൂം പോയി നോക്കുന്ന സമയത്ത് ബ്ലഡ്. ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഉമ്മ അടുത്ത് പോയി പറയണം ഉണ്ടാക്ക് പേടിയാ പോയി. പിന്നെ ഉമ്മ അടുത്ത് ഉമ്മ പറയണം പേടിയാ. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പേടിയാ ഉമ്മ പറഞ്ഞു. ഉമ്മ ഒന്നും വിശ്വസിക്കുന്നില്ല. ഉമ്മാറ്റ പോട്. പിന്നെ ഉമ്മാറ്റ പിന്നെ ഫുൾ കെയർ എന്നെല്ലാം പറഞ്ഞ ഏതാ രാവിലെ ജ്യൂസ്, ഉച്ചക്ക് ഫ്രൂട്ട്സ്, ആൾക്കാർ കാണാൻ വരല്, സുഖേനു. സോ പീരീഡ്സ് എക്സ്പീരിയൻസ് അങ്ങനെ വലിയ പറയാനുള്ള കാര്യമൊന്നുമില്ല. ലൈക്ക് ജസ്റ്റ് നോർമലി അത്രയേ ഉള്ളൂ അതിനെ പറ്റിയിട്ട്. പിന്നെ ബട്ട് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ഡേ ആയിരുന്നു അത്. കാരണം 6th, 7th, 8th എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും പീരീഡ്സ്. അപ്പം എനിക്ക് ഇതുവരെ ആയിട്ടില്ല. അപ്പം ഞാൻ മറ്റേ ഇതെന്തോളി എനിക്ക് മാത്രം ആവാത്ത എനിക്ക് പേടിയാന്നെല്ലാം പറഞ്ഞു 9th എത്തിയരാന്നായത്. ഇപ്പം ആയ സമയത്ത് മറ്റേ ആവേണ്ടി വരും, കുറച്ച് ടൈം മതി. പെയിൻ. അടുത്ത ചോദിച്ചതാണ് വെക്കേഷൻ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യോ, ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വെക്കേഷൻ പ്ലാനിങ് ആയിട്ട് തന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന്. ബട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ സമ്മർ വെക്കേഷൻ ഞാൻ എന്തായാലും എൻജോയ് ചെയ്യും. കോണ്ടന്റ് ക്രിയേഷനിൽ നല്ല ഡെഡിക്കേറ്റഡ് എൻ്റെ വീഡിയോസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ളൊരു സാധനമാണ് ഒരു സാധനം എനിക്ക് വാങ്ങണം. ലൈക്ക് അതെനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്നിക്കൽ അത് എന്തായാലും വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഷുവർ വീഡിയോ ഇടും അത്. പിന്നെയെന്ന് വെച്ചാൽ വെക്കേഷനിൽ എനിക്ക് കുറേ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാൻ ഭയങ്കര, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പുറത്ത് പോകുന്നതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഔട്ടിങ് ഒക്കെ പോകാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫാമിലീനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് നല്ലോണം SSLCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ വെക്കേഷൻ ടൈമിന് തന്നെ 10th വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുണ്ട് എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വെക്കേഷനിൽ ക്ലാസ്സസ് തുടങ്ങിയാൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ സൈലത്തിൻ്റെ അസ്ത്രയോ എന്തോ ഒരു ഇൻഫിനിറ്റി ബാച്ചിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അതിൽ ജോയിൻ ചെയ്യണം എന്നുണ്ട് പ്ലാൻ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേനെ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. പിന്നെ എനിക്ക് എൻ്റെ ക്രോഷ്യറ്റ് ജേർണി പകുതിക്ക് വെച്ച് സ്റ്റക്ക് ചെയ്തിട്ടുള്ള അതെനിക്ക് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രാൻഡ് കുറച്ചുകൂടെ അതിന് ഡെഡിക്കേഷൻ ചെയ്യണം. അങ്ങനെ കുറേ ഇമ്പ്രൂവിങ്. പിന്നെ സെൽഫ് കെയർ, സ്കിൻ കെയർ. എൻ്റെ സ്കിൻ കണ്ടോ കുറേ പിമ്പിൾസ്, ടാനിങ് അല്ല നല്ല ടാൻ അടിച്ചിരുന്ന സ്കിൻ. അപ്പം ഡീറ്റാൻ ചെയ്യണം. ബോഡി കെയർ, സെൽഫ് കെയർ ഡേയ്സ് വെക്കണം. സെൽഫ് കെയർ സൺഡേ, സെൽഫ് കെയർ സാറ്റർഡേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ചെയ്യണമെന്ന്. അതാണ് എൻ്റെ വെക്കേഷൻ പ്ലാനിങ്. കാര്യമായിട്ടുള്ള പ്ലാനിങ് ഒന്നുമില്ല. പ്ലാനിങ് മാത്രമായാലും ഒന്നും നടക്കില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രയും. പിന്നെ ചോദിച്ചാണ് ഫേവറേറ്റ് ഫുഡ്. എനിക്ക് എല്ലാ ഫുഡ്സും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര താല്പര്യമൊന്നുമില്ല. ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ്, എന്നാലും വെജിറ്റബിൾസ് കഴിപ്പിക്കും. എനിക്ക് കുറച്ചുകൂടെ ലൈക്ക് ഞാനിങ്ങനെ എക്സ്പെരിമെൻ്റൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കൊറിയൻ ഫുഡ്സ് ഭയങ്കര ഇഷ്ടമായി. തൊത്ബൊക്കി, പിന്നെ റാമൻ, കിംബാബ് ഇതെല്ലാം ഞാനിങ്ങനെ ആക്കി കഴിക്കും. കിംചി ഇതെല്ലാം ഞാൻ വീട്ടിലാക്കുക. ഞാൻ നോമ്പുറക്കുന്ന ടൈമിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കാം. എൻ്റെ പുറക്കത്തെ ആൾക്കാരോട് ചോദിച്ചാൽ ഞാനൊരു ഏലിയനെ പോലെ ആ വീട്ടിൽ. ലൈക്ക്
ഓരോല്ലാം മറ്റേ മറ്റേ ഓരോ കടികൾ ഞാൻ മറ്റേ റാമന് തൊപ്പൊക്കി. പിന്നെ എനിക്ക് എന്താ പറയുക, നമ്മളെ കണ്ണൂർ ഫുഡ് ഏറ്റവും അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് എനിക്ക് എന്തായാലും കണ്ണൂർ ഫുഡ്സാണ്. കാരണം ആ ഹോംലി മലബാർ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ട്യൂഷനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏത് സ്ട്രീമാണ്, ഏത് ബാച്ചാണ് ചൂസ് ചെയ്യുന്നത്, ഏതാ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണാം. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ആ വീഡിയോ കാണാം, അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ. പിന്നെ ചോദിച്ചാൽ ഫേക്ക് ഫ്രണ്ട്സ്, അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഞാൻ അതിൽ ഡീപ്പായിട്ട് പോകുന്നില്ല. കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഫേക്ക് ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുമ്പോൾ കീപ് യുവർ ബൗണ്ടറീസ്, അത്രേ പറയാനുള്ളൂ. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻസെക്യൂരിറ്റീസ് എന്ന് വെച്ചിട്ട് ഉണ്ട്. അത് ഒരു കുറച്ച് ടൈം മുമ്പ്, ഒരു 7th സ്റ്റാൻഡേർഡ് മുമ്പ് വരെ എന്നോട് എൻ്റെ ഇൻസെക്യൂരിറ്റി എന്താ ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ കേളി ഹെയർ ആണെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി. പക്ഷെ കുറച്ച് മുമ്പേലും ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ കേളി ഹെയർ. എനിക്ക് ബേബി ഹെയർസിൽ ഇങ്ങനെ നിൽക്കുന്നത് തീരെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം എന്നോട് ചോദിച്ചാൽ, ഇപ്പം അല്ല, കുറച്ച് മുമ്പ് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ഹൈറ്റ്. ബിക്കോസ് എൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ 9th പഠിക്കുന്ന കുട്ടിയാണെന്ന് പറയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ നല്ല ഹൈറ്റ് വെക്കുന്നുണ്ട്. ലൈക്ക് കുറേ ഇങ്ങനെ വന്നിട്ട് പറയും ഹൈറ്റിനെ പറ്റി. ഞാൻ ഭയങ്കര ഇങ്ങനെ കൊള്ളൂല, ഞാൻ തിരിച്ച് പറയും. ഞാൻ ഈ കാണുന്ന പോലെ ഒന്നല്ല, ഞാൻ നല്ലോണം തിരിച്ചു വരും പറഞ്ഞാൽ എനിക്കൊരു ദേഷ്യം കയറിക്കാൻ ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് മെയിൻലി അതാണ്. പക്ഷെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ കെയർ ചെയ്യുന്നു. പിന്നെ എന്നോട് ചോദിച്ചാണ് ഹൊറർ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ. ഹൊറർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ മാത്രം ഉണ്ടായിട്ടുണ്ട്. സംഭവം ഒരു നോമ്പിൻ്റെ ടൈമിലാണ്. ഇപ്പം പറയാൻ തന്നെ പേടിയാണ്, കാരണം ഞാൻ ഈ റൂമിൽ ഒറ്റക്കുള്ളത്. നോമ്പിൻ്റെ ടൈമിൽ ലൈക്ക് അത്താഴത്തിന് എണീച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ലിറ്ററലി ഒരു വൈറ്റ് തിങ് ആ ജനലിൻ്റെ അപ്പുറത്ത് കൂടി ഇങ്ങനെ പോകുന്നു. ഈ റൂമിലല്ല, മറ്റേ റൂമിൽ. അപ്പോൾ എനിക്ക് നല്ല ഇങ്ങനെ കയ്യിൽ വിറക്കും. നല്ല പേടിയായി. എനിക്ക് പേടിയായി. വാഷ്റൂമിൻ്റെ ഡോറ് തുറക്കും, ലൈറ്റ് ഓണാന്ന് ഓഫാന്ന്. എൻ്റെ കയ്യെല്ലാം വരച്ച് എനിക്ക് സൗണ്ട് ഒന്നും വരുന്നില്ല. ഉമ്മാൻ്റെ അടുത്ത് ഓടിപ്പോയിട്ടിരുന്നു. ഉമ്മാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി പറയും. അപ്പോൾ ഉമ്മ പറഞ്ഞ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതെന്തോ ഭയങ്കര ഒരു എന്തോ ഉമ്മ വന്നേരം അതേപോലെ ഉണ്ടായിരുന്നു, ഡോറ് വെക്കുക, പൂട്ട് ഓഫ് ആവുക. പക്ഷെ അതൊന്നും ഒരു വിയേർഡ് എക്സ്പീരിയൻസ് പോലെ ഉണ്ട്. ആൻഡ് അപ്പം പിന്നെ എന്നോട് മെയിൻലി കുറേ ചോദിച്ചാണ് യൂട്യൂബ് റവന്യൂവിനെ പറ്റിയിട്ട്, യൂട്യൂബ് മോണറ്റൈസേഷൻ പറ്റിയിട്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മളെ ചാനൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഗോയിങ് ടു മോണറ്റൈസ് ആയിട്ടില്ല ഇതുവരെ. മോണറ്റൈസേഷൻ ആവാനായി. ഗ്രേറ്റ്, എന്താ പറയുക, ഞാൻ എടുത്തതിൽ വെച്ചൊരു ഗ്രേറ്റ് ഡെസിഷനാണ് അത്, കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ എൻ്റെ വെക്കേഷനിൽ SLC പ്രിപ്പറേഷൻ്റെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. കുറേ ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക്. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ താഴെല്ലാം ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള കമൻസ് എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ലൈക്ക് ദാറ്റ് വാസ് നൈസ്. ആൻഡ് Q&A അപ്പം അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണാം. ബൈ ബൈ.